വെൽക്കം ടു റേയാസ് കിച്ചൺ. ഞാൻ ഇന്ന് നമ്മളുടെ പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം നമ്മളുടെ ക്രിസ്മസ് സീസൺ ആണ്. അപ്പം എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് കേക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവരും ട്രൈ ചെയ്യാറുള്ളതാണ്. അപ്പം നമ്മൾ ഇത്തവണ ഹൈലൈറ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു കേക്കാണ് നമ്മളുടെ പ്ലം കേക്ക്. അപ്പം ബീറ്റർ ഇല്ലാതെ ഓവൻ ഇല്ലാതെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ പ്ലം കേക്ക് ഞാനിപ്പോൾ ഒരു 1/2 kg പ്ലം കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാൻ സാധാരണ നോർമലി ചെയ്യുന്നത് നമ്മുടെ വൈൻ്റെ അകത്താണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഡ്രൈ നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുക. ഒരു 3 days മുൻപ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അബ്സോർവ് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും അറ്റ്ലീസ്റ്റ് ഒരു 3 days മുൻപെങ്കിലും ഇതെല്ലാം ഒന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ചിലവർ റമ്മിൽ ചെയ്യുന്നവരുണ്ട്, ചിലവർ ഓറഞ്ച് ജ്യൂസിൽ ചെയ്യുന്നവരുണ്ട്, ഗ്രേപ്പ് ജ്യൂസിൽ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും എന്താണോ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കും. ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നമ്മൾ സോസ് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടിഭാഗം ഉണ്ടല്ലോ, കുറച്ച് കട്ടിയായിട്ടുള്ള എന്തെങ്കിലും സോസ് പാനോ പാത്രങ്ങളോ എടുക്കാനെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുന്ന സമയത്ത് നമുക്ക് പുക വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാത്രവും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താക്കണ്ട പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. അതൊരു കാലല്ല, ഒരു 1/2 കപ്പോളം ഉണ്ട്. ആ 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുൻപായിട്ട് നമുക്ക് അതൊന്ന് കരിഞ്ഞു കിട്ടും. ഫ്ലെയിം ഓൺ ചെയ്തു. നമ്മൾ ഇത് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുക എന്നല്ല പറയുക, സത്യത്തിൽ ഇത് കരിയിച്ചെടുക്കുക തന്നെയാണ്. നമുക്ക് ആ ഒരു ബ്രൗൺ കളറ് നമ്മളുടെ സാധാരണ നമ്മുടെ പ്ലം കേക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കളർ കിട്ടണം നമുക്ക്. അതുകൊണ്ട് നമ്മൾ കരിയിച്ചെടുക്കുക എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ട പിടിച്ചിട്ടായിരിക്കും ഒന്ന് ഉരുകി മെൽറ്റായിട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൗഡർ ഷുഗർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വെള്ളമയത്തോട് കൂടി തന്നെ ഒന്ന് പെട്ടെന്ന് ഉരുകി വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും. അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നുകൊണ്ട് ഉരുകട്ടെ. നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അത് അവിടെ തന്നെ ഇരുന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇടയ്ക്ക് നമുക്ക് പാത്രം ഒന്ന് ഇതുപോലൊന്ന് ചെരിച്ചൊന്ന് കൊടുത്തേക്കണം. കാര്യം ആ മെൽറ്റ് ആകാനുള്ളതും കൂടെ ഒന്ന് ആ മെൽറ്റ് ആയതിലേക്ക് മിക്സ് ആകുമ്പോഴേ പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി, മിക്സ് ചെയ്യൊന്നും വേണ്ട, ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇച്ചിയും കൂടെ ഒന്ന് നമ്മൾ കുറുകി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരല്പം കൂടെ കുറുകി വരട്ടെ. ഈ ഒരു ടൈം വേണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഏകദേശം അതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് കുറുക്കണ്ട, ആ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ലിക്വിഡായിട്ട് വരുന്ന ഒരു സ്റ്റേജ് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ സെയിം അളവിൽ തന്നെ വേണം വെള്ളവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അളവ് നമുക്ക് മാറിപ്പോകരുത്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും ഒന്ന് അല്പം മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. കാര്യം മേത്തോട്ട് ചിലപ്പോൾ തെറിക്കും, നന്നായിട്ട് അതൊന്ന് ചീറ്റി തെറിക്കും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും. അപ്പോൾ ഒന്ന് മാറി നിന്ന് അകലം പാലിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ആ ഒരു ടൈം കണ്ടോ, അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അത് വേണ്ട, കുറച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അത് വീണ്ടും മെൽറ്റായിട്ട് ആ വെള്ളത്തിലേക്ക് ജോയിൻ്റ് ആയിക്കോളും. ഈ ഒരു ടൈം നമുക്ക് നന്നായിട്ട് തന്നെ തീ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മെൽറ്റ് ആയിക്കണം. ഇതുപോലെ കട്ട പിടിച്ച് വരും. അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് തന്നെ കൂട്ടിയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരുന്നോ, അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആ കട്ട പിടിച്ചിരുന്നത് എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായി ആ വാട്ടറുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം.
നമ്മളിപ്പം പഞ്ചസാര കരിയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയും പിന്നെ റൈസിൻസും നമ്മുടെ ഉണക്കമുന്തിരി ഡേറ്റ്സും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും അതിൽ മുങ്ങിക്കിടക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈനിൽ റെഡ് വൈനോ അല്ലെങ്കിൽ വൈനോ അല്ലെങ്കിൽ റമ്മിലോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ആയിരിക്കും കുറച്ച് നേരം നമുക്കിത് മുക്കി വെക്കുക. എല്ലാം അബ്സോർവ് ചെയ്ത് അതൊന്ന് കറക്റ്റായിട്ട് ആ ഒരു ജ്യൂസി കണ്ടൻറ്റിൽ ആ ഒരു സ്റ്റേജിൽ നമുക്കത് കിട്ടണം. ഞാൻ ഓർഡർ എടുത്തിരിക്കുന്ന കേക്കിനെല്ലാം നമ്മൾ വൈനിലാണ് ചെയ്യുന്നത്. നമ്മൾ ഹോം മെയ്ഡ് വൈനിൽ തന്നെ നമ്മൾ ഇതെല്ലാം തന്നെ മുക്കി വെച്ച് നമുക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ എടുക്കുന്നവരോട് 20-ാം തീയതിക്ക് മുൻപായിട്ട് നമുക്ക് ഓർഡർ തരണമെന്നുള്ളത്. അപ്പോൾ ബാക്കി ആരെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 20-ാം തീയതിക്ക് മുൻപ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു ഡ്രൈ നട്ട്സും കാര്യങ്ങളും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെ തന്നെ നമുക്കൊന്ന് അബ്സർവ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ നേരത്തെ നമ്മൾ ആ കാരമലൈസ് ചെയ്ത ആ ഷുഗർ ഉണ്ടല്ലോ അതിലേക്കാണ് ഇതെല്ലാം കൂടെ അബ്സർവ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അതിന് ശേഷം ഉണ്ടാക്കാം. കാര്യം ഇപ്പം വൈനിൽ ഞാൻ മുക്കി വെച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ 1/2 kg കേക്കിൻ്റെയാണ് നമ്മൾ ഈ ഒരു മെഷർ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ചെറി, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉണക്കമുന്തിരി ബ്ലാക്ക് കളർ തന്നെ നമുക്ക് വേണേ. കാര്യം നമ്മളുടെ ഒരു ബ്രൗൺ കളർ കിട്ടുമല്ലോ, അതിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് നമ്മളുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ബ്ലാക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യണം. ബാക്കി ഡേറ്റ്സും പിന്നെ നമ്മുടെ കാഷ്യൂസും ബദാമും ഞാൻ ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മുകളിൽ ആ ഒരു ടോപ്പിങ്സ് കൊടുക്കാനായിട്ട് ഞാനത് മാറ്റി വെക്കുവാണ്. അപ്പോൾ അത് ഈ കൂട്ടത്തിലേക്ക് ഇടണ്ട. നമുക്കിതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഈ ഷുഗർ ഈ ഒരു കാരമലൈസ് ചെയ്തത് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് അബ്സോർവ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാം. അതെന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. ആ ടൈം നമുക്ക് 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും മതിയാവും നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ പൊടി ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം, അതായിരിക്കും നല്ലത്. കാര്യം ഒന്ന് സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് പകരം കുറേശ്ശെ ആയിട്ട് ഒന്ന് അരിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഒരു കപ്പിന്, അതായത് ഇവിടെ കാണാം നമുക്ക് 1/2 കപ്പ്, ഇതിനൊരു 1.25 കപ്പ് വേണം നമുക്ക് 1/2 കിലോ കേക്കിന് വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നില്ല. അപ്പം ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണാണ് ഇത്, 1 ടേബിൾ സ്പൂണ്. അപ്പോൾ അതിനൊരു 3/4 ടേബിൾ സ്പൂൺ നമ്മളുടെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ്, ഇനി ഇതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു 2 മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ മൈദ ചേർത്ത് കൊടുത്തില്ലേ, അതിന് മുൻപായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ജാതിക്ക ഉണ്ടല്ലോ, ജാതിക്ക കുരു, അത് ചുരണ്ടി എടുത്തതാണ്. ഇതൊരു ഏകദേശം ഒരു നമ്മളുടെ ഒരു ടീസ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ ജാതിക്ക കുരു നമ്മളുടെ ചുരണ്ടി എടുത്തതാണ്. അതാണ് ഇതിന് ഒരു ഫ്ലേവർ കിട്ടുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് നമ്മളുടെ കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ അതും ഇതും ഏകദേശം നമ്മളുടെ ആ ഒരു ജാതിക്കയേക്കാളും ഒരു പൊടിക്ക് നമ്മളുടെ ഈ കറുവപ്പട്ട പൊടി നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചില കേക്കുകളിൽ നമ്മൾ ഗ്രാമ്പു ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രാമ്പു പൊടിച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ചിലവർ ചുക്ക് ചേർക്കും, ചിലവർ ഏലക്കാപ്പൊടി ആയിരിക്കും അതിന് പകരം ചേർക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. പക്ഷെ എന്തായാലും ഈ ജാതിക്കയും കറുവപ്പട്ടയും പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കണം. ഈ 2 വസ്തുക്കളും ഇല്ലാതെ നമുക്ക് ഈ ഒരു ടേസ്റ്റ്, നമുക്ക് ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് രണ്ടും മാറ്റി നിർത്തരുത്. ഇതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടെ നമുക്ക് മധുരം വേണം, അതുകൊണ്ട് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് എല്ലാ ഭാഗത്തും ജോയിൻ്റ് ആകുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പം ഞാനിതിലേക്ക് നമ്മളുടെ ഈ ഒരു സ്പൂണില്ലേ, 1 ടേബിൾ സ്പൂണോളം കൂടെ നമ്മൾ മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. കാര്യം ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഈ ഒരു ടെക്സ്റ്റിലായിരിക്കണം നമ്മളുടെ ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്നതിന് അത്രയൊന്നും ലൂസായി പോകണ്ട. അപ്പം ഒരല്പം തിക്കാവാൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിന് നിറച്ചും നമ്മളുടെ മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ 1/2 കിലോയുടെയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ്, നമ്മളുടെ ഈ ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് മിക്സ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാര്യം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുഴിയൊക്കെ വരുന്ന രീതിയിൽ വരും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പം ബെറ്റർ ഇതായിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു ബദാമും ബാക്കിയുള്ള ആ നട്ട്സ് ഉണ്ടല്ലോ, കാഷ്യൂസ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും അകത്തോട്ട് പോകും ഇത്. എന്നാലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ആ ഒരു ഭംഗി കിട്ടുമല്ലോ നമുക്ക്. ഇനി ഞാൻ നമ്മളുടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു തടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒരു 3/4 ഒരു 1 hour മതി. ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. കാര്യം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൊടിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമില്ല, ഒരു ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു ഏകദേശം ഒരു 1.25 തൊട്ട് 1.5 മണിക്കൂർ വരെ വെക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. നമുക്കൊന്ന് സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂറായി. നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അടിയിൽ നമ്മളുടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മളൊരു ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3 days എങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 2 days എങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കാമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കി ഒരു
2 hours കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മുറിച്ചിട്ട് ഞാൻ കാണിക്കുകയാണ്. മുറിച്ച് കാണിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ അത്ര പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത്. നല്ല സ്മൂത്താണ്. ഇത് കണ്ടോ, അതിൻ്റെ ആഘോഷമാണ്. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടായിരിക്കുന്നത്. കാണാമല്ലോ, കണ്ടില്ലേ? ഇപ്പം കാര്യങ്ങൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാം. കണ്ടില്ലേ? ഇതിപ്പം എടുക്കുമ്പോൾ തന്നെ കണ്ടോ പൊടിഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്രിസ്മസ് സീസണാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ കമൻ്റ് ഇടുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. അതുവരെ എല്ലാവർക്കും ബൈ.